നമ്മുടെ പ്രൊട്ടസ്റ്റുകളൊന്നും മാനേജ്മെന്റിന്റെ രോമത്തിൽ പോലും ഏശുന്നില്ല. അപ്പൊ അവർക്ക് ഏശുന്ന രീതിക്കുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ ആഹ്വാനം ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ പലതരത്തിലുള്ള ടിഫോസ് ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. അപ്പോ എന്തുകൊണ്ട് മാനേജ്മെന്റിനെതിരെ ഒരു ടിഫോ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കൂടാ? ശരിയാണ്, ഒരുപക്ഷെ ഒരു ടിഫോ ഒക്കെ നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ചിലപ്പോൾ നമ്മുടെ ടിഫോ ഉള്ളിലേക്ക് കയറ്റാൻ അവർ സമ്മതിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, സ്റ്റേഡിയത്തിൽ കയറ്റാനല്ലേ അവർക്ക് പറ്റാത്തുള്ളൂ. സ്റ്റേഡിയത്തിന് പുറത്ത് പ്രദർശിപ്പിക്കുന്നതിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് തടയാൻ പറ്റില്ലല്ലോ. നമ്മൾ സ്റ്റേഡിയത്തിൽ നമ്മുടെ ടിഫോ കയറ്റിയില്ല മാനേജ്മെന്റ്, നമുക്ക് പുറത്ത് പ്രദർശിപ്പിക്കാം, സ്റ്റേഡിയത്തിന് വെളിയിൽ. പിന്നെ നമ്മൾ തെരുവിൽ ഇറങ്ങേണ്ട സമയമാണ്, റോഡിൽ ഇറങ്ങേണ്ട സമയമാണ്, റോഡിൽ ഇറങ്ങി പ്രതിഷേധിക്കേണ്ട സമയമാണ്. അതായത് ഈ എല്ലാവരും കൂടി ടിക്കറ്റ് എടുത്ത് കളി കാണാൻ ഗാലറിയിൽ കയറിയിട്ട് അവിടെ ഇരുന്ന് പ്രതിഷേധിക്കാം എന്ന് വിചാരിക്കേണ്ട. സോ നമ്മുടെ സ്റ്റാൻഡിൽ ഇരുന്നുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ എപ്പോഴും ബാധിക്കുന്നത് നമ്മുടെ ടീമിനെയാണ്, നമ്മുടെ പ്ലേയേഴ്സിനെയാണ്. അവരാണ് ഡീമോട്ടിവേറ്റ് ആകുന്നത്. സോ അത് അവരുടെ കളിയെ ബാധിക്കും, അത് നമുക്ക് തന്നെയാണ് അതിന്റെ ദോഷം. അപ്പോ സ്റ്റാൻഡിൽ ഇരുന്നുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ, ഈ ടിഫോയുടെ കേസ് പറഞ്ഞത് നമുക്ക് ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഈ ചാൻഡ് ചെയ്യാതെ ഇരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ടീമിനെ തന്നെയാണ് എഫക്ട് ചെയ്യുന്നത്. മാനേജ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന രീതിക്ക് വേണം നമ്മൾ ചെയ്യാൻ. അപ്പൊ ഇനിയിപ്പോ കളി കാണാൻ കയറണ്ട, വരൂ, സ്റ്റേഡിയത്തിന് മുന്നിൽ എല്ലാവരും സ്റ്റേഡിയത്തിന് മുന്നിൽ വന്ന് പ്രതിഷേധിക്കൂ. കളി കാണാൻ കയറണ്ട, ഒരു സീറ്റിൽ പോലും ആളുണ്ടാവരുത്. അങ്ങനെ പ്രതിഷേധിക്കാൻ കഴിയുമോ? അപ്പൊ അങ്ങനെയൊക്കെ പ്രതിഷേധിക്കുക. ഇപ്പം റോഡിൽ ഇറങ്ങി തന്നെ പ്രതിഷേധിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് പ്ലേയേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് ഒരു രീതിയിലുള്ള പ്രതിഷേധങ്ങൾ മാനേജ്മെന്റിനെ ഏൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല.